ഹായ് ഓൾ, ഇന്നൊരു പ്രോൺസ് കോക്കനട്ട് കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാവുന്ന ഒരു നല്ല ഡിഷാണ്. ഇത് എൻ്റെ ഒരു വേർഷനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ആക്കിയത് അതൊരു പാനിലെടുത്തിട്ട് നമ്മൾ അതിനകത്തോട്ട് ആവശ്യത്തിന് ഒരു മഞ്ഞൾപ്പൊടി, ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ടിയത് ഒരു സ്വല്പം ഉപ്പ് വേണം. നമ്മൾ എന്നിട്ട് ഇത് കൈകൊണ്ട് തന്നെയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് പിടിപ്പിക്കേണ്ടത്. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുവാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇതിപ്പം ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങ് ഉണ്ടാക്കുവാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതിനകത്തോട്ട് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് നമ്മൾ ഈ ഷ്രിമ്പ് വേവിച്ചെടുക്കാൻ പോവാണ്. നമ്മൾ ഒത്തിരി നേരം വേവിക്കേണ്ട, അപ്പോൾ അത് റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ ഒരു 5 മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കുകയാണ്. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതെടുത്ത് മാറ്റി വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു മിക്സിയിലോട്ട് ഞാനിവിടെ ഒരു 2 പിടി തേങ്ങ ചിരകിയത് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതിൽ 2 ടേബിൾ സ്പൂൺ സാധാരണ എരിവില്ലാത്ത മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ പിരിയൻ മുളക് പൊടിയും ചേർക്കാം. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കേണ്ടത്. പിന്നെ നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതും കൂടെ ചേർക്കാം, ഒരു 2 എണ്ണം. ഇതും കൂടെ നമ്മൾ നന്നായിട്ട് ഉപ്പും ചേർത്ത് അരച്ച് പേസ്റ്റാക്കി വെക്കുക. പിന്നെ നമ്മളൊരു പ്രോൺസ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്യുക. ചട്ടിയൊക്കെ ചൂടായി കഴിയുമ്പം അതിലേക്ക് കടുക്, ഒരു 1/4 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പം സോറിയുണ്ട്, ഞാൻ ഈ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉലുവായ ഫുൾ ഉലുവയാണ്, പൊടിയല്ല, ഉലുവ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-8 വെളുത്തുള്ളി അരിഞ്ഞതും, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും, പിന്നെ ഇവിടെ ചെറിയുള്ളി ഇല്ല, ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 2 ചെറിയുള്ളിയും കൂടെ 2-3 നമ്മൾക്ക് ചേർക്കാം. അതും കൂടെ അരിഞ്ഞ് എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ ഒരു സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ ഇതൊന്ന് നന്നായിട്ട് മൂപ്പിക്കുക. ഒത്തിരി കളറൊന്നും ചേഞ്ച് ആകണ്ട, നമ്മൾ ജസ്റ്റ് വഴറ്റിയാൽ മതി. ഇപ്പം ഞാനിവിടെ വെള്ള സവോളയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഉള്ളിക്ക് പകരം, അതുകൊണ്ടാണ് കളർ അധികം മാറാത്തത്. ഇത് നന്നായിട്ടായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കറിവേപ്പില ആഡ് ചെയ്യാം. ഞാനിവിടെ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ വേണ്ടിയത് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ അതിൻ്റെ കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. തക്കാളി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വെന്ത് നമുക്കൊന്നത് അതിനകത്തൊന്ന് ചെറുതായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് വെക്കാം. എന്നാലേ ഉള്ളൂ നമ്മുടെ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇപ്പം തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ തേങ്ങയുടെ പേസ്റ്റ്, അത് ഇതിൻ്റെ കൂട്ടത്തോട്ട് ആഡ് ചെയ്യുക. അത് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ, 1 കപ്പ് വെള്ളം ആഡ് ചെയ്യുക. ഗ്രേവി ഒത്തിരി കട്ടിയാകണ്ട, ഇച്ചിരി ലൂസായിട്ട് തന്നെ നമുക്ക് എടുക്കാം. കാരണം ഈ കറി വെന്ത് വരുമ്പം കുറച്ചുകൂടെ കുറുകും. അപ്പോൾ ഒരു ചെറിയ കപ്പ്, ഒരു 1-1.25 കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി ഒരു ഗ്രേവി ഉണ്ടാക്കുക. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് വേണ്ടി ഉപ്പ് ചേർക്കുക.
ഇനി ഞാൻ ചേർക്കുന്നത് 3 കുടംപുളിയാണ്. ഇപ്പം കുടംപുളി ഇല്ലാത്തവർക്ക് നമുക്ക് പച്ച മാങ്ങ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം കുറച്ച് പുളി കിട്ടും. ഞാനിവിടെ കുടംപുളി ആഡ് ചെയ്യുന്നത്. അത് ആഡ് ചെയ്ത് കുറച്ച് തിള വന്ന് കഴിയുമ്പം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിലേക്ക് ഇടുക. ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് ഇളക്കി നന്നായിട്ട് തിള വന്ന് കഴിയുമ്പം നമുക്ക് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്സും കൂടെ വേവിക്കുക. നമ്മൾ ഒത്തിരി നേരം ചെമ്മീൻ നമ്മളിങ്ങനെ വേവിക്കത്തില്ല, അപ്പോൾ അത് റബ്ബർ പോലെയാവും. അപ്പോൾ 5 to 10 മിനിറ്റ്സ് മാക്സിമം മതി. അപ്പോൾ നല്ല തിളച്ചു, അത് വെന്തു. അപ്പം ഞാൻ അതിൻ്റെ അടപ്പ് ഒന്ന് മാറ്റിയിട്ട് ചെക്ക് ചെയ്തു. ഉപ്പൊക്കെ കറക്റ്റാണോ നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. ഈ സമയത്ത് നമുക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ കറിവേപ്പിലയൊക്കെ ആഡ് ചെയ്യാം. അങ്ങനെ വെന്തെല്ലാം കഴിഞ്ഞ് ഞാൻ അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്യാം. ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ കോക്കനട്ട് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. വീണ്ടും നല്ലൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ.